നമസ്കാരം. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലെ രാജാക്കന്മാരാകാൻ ഏതർ എനർജി പുറത്തിറക്കിയ മോഡലാണ് റിസ്ത. ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ എന്ന പുതിയ സെഗ്മെൻറ്റിന് കൂടി ഇതിലൂടെ തുടക്കമിട്ട കമ്പനി അധികം വൈകാതെ തന്നെ മോഡലിൻ്റെ ഡെലിവറിയും ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ ബജാജ് ചേതക്കിൻ്റെ പുത്തൻ വേരിയൻറ്റും TVS iQube ST പതിപ്പും ആംബിയർ നെക്സസ് EVയും ആളുകളിലേക്ക് എത്തിച്ച കളം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ബുക്കിംഗ് ആരംഭിച്ച EVയ്ക്ക് വലിയ സ്വീകാര്യതയാണ് നേടിയെടുക്കാനായിരിക്കുന്നത്. തുടക്കകാലത്ത് ബംഗളൂരു വീഥികളിൽ വിജയഗാഥ രചിച്ച ഏതർ എനർജി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ട് അധിക നാളായില്ല എങ്കിലും യൂത്തന്മാർക്കിടയിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള വൈദ്യുത വാഹന നിർമ്മാതാക്കളായി മാറാൻ കമ്പനിക്ക് അതിവേഗം സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഫാമിലി അധിഷ്ഠിത മോഡലുകൾ വാങ്ങുന്നവരെയാണ് റിസ്തയിലൂടെ ബ്രാൻഡ് ഉന്നം വയ്ക്കുന്നത്. ഇപ്പോഴത്തെ തമിഴ്നാട്ടിലെ ഹൊസൂരിലുള്ള കമ്പനിയുടെ നിർമ്മാണ കേന്ദ്രത്തിൽ റിസ്തയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് ഏതർ എനർജി. 1,10,000 രൂപയുടെ പ്രാരംഭ എക്സ് ഷോറൂം വിലയിൽ അവതരിപ്പിച്ച ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ 3 വേരിയൻറ്റുകളിലും 7 കളർ ഓപ്ഷനുകളിലും ലഭ്യമാണ്. ഇനി ദിവസങ്ങൾക്കുള്ളിൽ ഇവയുടെ ഡെലിവറി കൂടി ആരംഭിക്കുന്നതോടെ കമ്പനി ഷോറൂമുകളിലെല്ലാം വലിയ തിരക്കായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഏതർ എനർജി സഹസ്ഥാപകനും CEOയുമായ തരുൺ മേത്തയാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നിർമ്മാണം ആരംഭിച്ചതായുള്ള നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ റിസ്തയിലൂടെ വലിയ സാധ്യതകളാണ് കമ്പനി തുറന്നു കൊടുക്കുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള EV നിർമ്മാതാക്കളുടെ ആദ്യത്തെ ഫാമിലി അധിഷ്ഠിത ഇലക്ട്രിക് സ്കൂട്ടർ ആയതിനാൽ തന്നെ ഒരുപാട് പുതുമകളോടെയാണ് ഇതിനെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. S, Z എന്നിങ്ങനെ 2 വേരിയൻറ്റുകളിൽ ലഭ്യമായ റിസ്തയുടെ ബേസ് മോഡലിന് 1,10,000 രൂപയും 2.9 kWh, 3.7 kWh എന്നിങ്ങനെ 2 ബാറ്ററി പാക്ക് ഓപ്ഷനിൽ എത്തുന്ന Z മോഡലിന് യഥാക്രമം 1,24,990 രൂപ, 1,44,990 രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം വിലയായിട്ട് വരുന്നത്. കൂടുതൽ ഫീച്ചറുകൾക്കായി പ്രോ പാക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റിസ്ത Z 2.9 kWh മോഡലിന് 15,000 രൂപയും 3.7 kWh മോഡലിനായി 20,000 രൂപയും അധികമായി ചിലവഴിക്കേണ്ടി വരുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ബാധകമായ വിവിധ സബ്സിഡികൾക്കും റിസ്ത ഇലക്ട്രിക് സ്കൂട്ടറിന് അർഹതയുണ്ടാകാം. സിയാച്ചുൻ വൈറ്റ് മോണോ, ഡെക്കാൻ ഗ്രേ മോണോ, പാങ്ങോങ് ബ്ലൂ മോണോ, ഡെക്കാൻ ഗ്രേ ഡിയോ, ഏലം ഗ്രീൻ ഡിയോ, പാങ്ങോങ് ബ്ലൂ ഡിയോ, അൽഫോൺസോ യെല്ലോ ഡിയോ എന്നിങ്ങനെ 7 നിറങ്ങളിലാണ് ഈ ഒരു EV വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിലധികം ബാറ്ററി പാക്കുകളിലാണ് ഈ ഒരു വാഹനം വിപണിയിലെത്തുന്നത്. ഓരോന്നിനും റേഞ്ച് വ്യത്യാസപ്പെട്ടിരിക്കും. റിസ്തയുടെ ഏറ്റവും താങ്ങാനാകുന്ന പതിപ്പിൽ 2.9 kWh ബാറ്ററിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് സിംഗിൾ ചാർജിന് 105 കിലോമീറ്റർ റേഞ്ച് വരെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം 3.7 kWh ബാറ്ററി പാക്ക് ഏകദേശം 125 കിലോമീറ്റർ റേഞ്ചും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫ്രെയിമിൽ ഘടിപ്പിച്ചിരിക്കുന്ന PMS ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏതറിൻ്റെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ 3.7 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 40 കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നാണ് സ്റ്റാർട്ടപ്പ് ബ്രാൻഡ് അവകാശപ്പെട്ടിരിക്കുന്നത്. കൂടാതെ മണിക്കൂറിൽ പരമാവധി 80 കിലോമീറ്റർ വേഗതയും ഇതിലുണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, മോണോ LED ഹെഡ്ലാമ്പ്, LED ടെയിൽ ലൈറ്റുകൾ പോലുള്ള എല്ലാ അടിസ്ഥാന സവിശേഷതകളും വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു വാഹനത്തിനായി നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. ഏതറിൻ്റെ കൂടി ആകുമ്പോൾ ഓലയും ഏതറുമാണ് നമുക്കറിയാം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മുന്നിലുള്ളത് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സെഗ്മെൻറ്റിൽ. അതുകൊണ്ട് തന്നെ ഏതറിൻ്റെ ഈ ഒരു പുത്തൻ വണ്ടിക്കായി ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. കുറഞ്ഞ വിലയിൽ ഒരുപാട് റേഞ്ചുള്ള അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഏതർ വാഹനം ഉടൻ തന്നെ നിരത്തുകളിൽ പ്രതീക്ഷിക്കാം.